മധുസൂദനൻ MLA രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചുവെന്ന ആരോപണത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ CPM ഇന്ന് നടപടിയെടുത്തേക്കും. EP ജയരാജന്റെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു. TI മധുസൂദനൻ യോഗത്തിനെത്തിയിട്ടില്ല. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദനാണ് ചേരുന്നത്. ബിജീഷ്, വളരെ നിർണായകമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയുണ്ടാകും, അത് പുറത്താകൽ തന്നെയായിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അതിൽ തീരുമാനമെടുക്കുക കൂടിയേ വേണ്ടതുള്ളൂ. നാളെ ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷെ നോക്കൂ, ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഈ നടപടിക്കെതിരെ, കടുത്ത നടപടിക്കെതിരെ എതിർപ്പുയരാനും സാധ്യതയുണ്ടോ? ദിവ്യ, 2:45 കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നത്. TI മധുസൂദൻ, അതുപോലെ തന്നെ N സുകന്യ, ഈ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ യോഗത്തിനകത്ത് TI മധുസൂദനൻ എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം വരും എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ യോഗം തുടങ്ങി ഏകദേശം 1.25 മണിക്കൂറിനധികം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം വരുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും അഭ്യൂഹം നിലനിൽക്കുന്നു. ഏതായാലും വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകും ഈ യോഗം പ്രധാനമായി ചർച്ച ചെയ്യുക. പക്ഷേ ഇതിന് പ്രഖ്യാപനം നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സൂചന. ഏതായാലും ഇതിനകത്ത് നേരത്തെ തന്നെ MV ജയരാജനും അതുപോലെ തന്നെ KK രാഗേഷ് ഉൾപ്പെടെയുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അച്ചടക്ക ലംഘനം, അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ഒരു തരത്തിലും വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഉച്ചയോടുകൂടി ഇവിടെ വാർത്താസമ്മേളനം നടത്തിയ MV ജയരാജനും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇനി CPMൽ തുടർന്നു പോകുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ഇതിനകത്ത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, അതായത് ഒന്ന് ധനരാജ് രക്തസാക്ഷി ഫണ്ട്, അതുപോലെ തന്നെ CPMന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട്, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ 3 ആരോപണങ്ങളാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരുന്നത്. അത് 2021 ഉന്നയിച്ചു. അതിനെ തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിനകത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തി. അതിനകത്ത് വിശദമായ അന്വേഷണവും നടത്തി. ആ അന്വേഷണത്തിന് ശേഷം ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പാർട്ടി പറയുന്നത്. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് അതിനകത്ത് കൃത്യമായ തെളിവുകൾ ഞാൻ നൽകിയിരുന്നു. പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഇതിന്റെ വിശദാംശങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ അതിനകത്തൊരു നടപടിയുണ്ടായിട്ടില്ല. പാർട്ടിക്കകത്ത് താൻ നടത്തിയ പോരാട്ടങ്ങൾ അത് വിജയം കാണാത്തതുകൊണ്ട് പരസ്യമായി ആ കാര്യങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പൊതുജന സമക്ഷം അവതരിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം കുഞ്ഞികൃഷ്ണൻ നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് പരിപൂർണമായി ലംഘിക്കുന്നതാണ്, തകർക്കുന്നതാണ് എന്നുള്ളതാണ് പാർട്ടി തിരിച്ചു പറയുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത്തരത്തിൽ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ പയ്യന്നൂർ പോലുള്ള ഒരു മേഖലയിൽ അത് വലിയ തരത്തിലുള്ള ആഘാതമാണ് കുഞ്ഞികൃഷ്ണന്റെ ഈ തുറന്നു ചേരുകയാണല്ലോ. നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ തന്നെയാണ് യോഗം. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുക എന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവരും ഉണ്ടാകാനിടയില്ലേ? ദിവ്യ, അതുണ്ടാവും. കാരണം ഇന്ന് തായനേരി എന്ന് പറയുന്ന പയ്യന്നൂർ മേഖലയിലുള്ള ഒരു സ്ഥലത്ത് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് അവിടെ ഒരു പോസ്റ്റർ വന്നു. ആ പോസ്റ്ററിനകത്ത് വി കുഞ്ഞികൃഷ്ണനൊപ്പം ഉള്ളത് VS അച്യുതാനന്ദന്റെ ഫോട്ടോ കൂടിയാണ്. ഈ പോരാട്ടം തുടരുക എന്നുള്ള തരത്തിലുള്ള വാക്കുകളും അതിനകത്തുണ്ട്. VSന്റെ ശൈലിയിൽ പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ ശക്തിയായി വി കുഞ്ഞികൃഷ്ണൻ മാറുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ആ ഫ്ലക്സിനകത്തൂടെ നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് വി കുഞ്ഞികൃഷ്ണനെ ഉയർത്തിയിരിക്കുന്ന ഈ ഒരു വലിയ തരത്തിലുള്ള നീക്കം അതിന് പിന്നിൽ ആൾക്കാരുണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത്. അത് വലിയ തരത്തിലുള്ള ഒരു ആഘാതം പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ കണക്കുകൂട്ടലുകളെ വലിയ തരത്തിൽ സ്വാധീനിക്കും, അതിനെ തെറ്റിക്കും. അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പയ്യന്നൂർ നഗരസഭയിലെ കാര വാർഡിനകത്ത് C വൈശാഖ് എന്ന് പറയുന്ന അവിടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വിമതനായി മത്സരിച്ചു. വിമതൻ അവിടെ ആ കാര വാർഡിൽ വിജയിച്ച് കയറി. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ 3ാം സ്ഥാനത്തേക്ക് പോയി. ഒരു നിശബ്ദ വിപ്ലവമാണ് വൈശാഖ് ഉണ്ടാക്കിയത്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വി കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളും എത്തിക്കോ എന്നുള്ളൊരു ആശങ്ക പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്ത് ഇതിനകത്തുള്ളൊരു തീരുമാനം, അന്തിമ തീരുമാനം, അച്ചടക്ക നടപടി സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിലേക്ക് പാർട്ടിയെ നയിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം.